സെക്കൻഡ് ചാപ്റ്ററാണ് ജാൻറസ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 6 റാൻഡ്രസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ എസ്സേ, റിസർച്ച് പേപ്പർ, കേസ് സ്റ്റഡി, ഡെസർട്ടേഷൻസ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് പ്രൊപ്പോസൽ. ഫസ്റ്റ് വൺ എസ്സേ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഇൻ എക്സാംസ്. നമ്മുടെ എക്സാമുകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യനാണ് എസ്സേ. ഇറ്റ്സ് മെയിൻലി റിട്ടേൺ ഫോർ ടു ആൻസർ എ ക്വസ്റ്റ്യൻ, ടു ഡിഫൈൻ സംതിങ് ഓർ ടു ഡിഫൈൻ ആൻ ആർഗ്യുമെൻറ്റ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏതൊരു ആർഗ്യുമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യാനോ ആണ് നമ്മൾ എസ്സേ എഴുതാറുള്ളത്. അടുത്തതായി നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് അതിലുപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് അനലൈസ്, കമ്പയർ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, ഇവാലുവേറ്റ്, സമ്മറൈസ്. ഒരുപാട് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ഉണ്ടെങ്കിലും ഇത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, പാരഗ്രാഫ്സ് ഓഫ് എസ്സേ റൈറ്റിംഗ്. ഒരു എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ 3 പാരഗ്രാഫായി തിരിച്ചിട്ടാണ് എഴുതൽ. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇതിൽ നമ്മുടെ എസ്സേയുടെ മെയിൻ ടോപ്പിക്കാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്തത് ബോഡി പാരഗ്രാഫ്. നമ്മൾ മെയിൻ ടോപ്പിക്കുകളെ സബ് ടോപ്പിക്കുകളാക്കിയിട്ട് തിരിച്ചെഴുതുന്നു. ലാസ്റ്റ് വണ്ണാണ് കൺക്ലൂഷൻ. ഇതിൽ ഇത്രയും നേരം നമ്മൾ എഴുതിയ മെയിൻ ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. റിമാർക്സും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. രണ്ടാമത്തെ റാൻഡ്രസ് ആണ് റിസർച്ച് പേപ്പർ. റിസർച്ച് പേപ്പർ ഈസ് ലോങ്ങർ ദാൻ എസ്സേ. ഒരു എസ്സേനേക്കാളും വലുതായിരിക്കുന്നത് റിസർച്ച് പേപ്പർ. ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓൺ എ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് റിസർച്ച് പേപ്പറിലൂടെ കിട്ടുന്നുണ്ട്. എങ്ങനെ? ത്രൂ ഡിഫറെൻറ്റ് സെക്ഷൻസ് ലൈക്ക് ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻസ് ആൻഡ് കൺക്ലൂഷൻ. ഇത്രയും സബ് ടോപ്പിക് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ലഭിക്കുന്നു. അടുത്ത പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിസർച്ച് പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് 3 ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ MLA. MLAയുടെ ഫുൾ ഫോം മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. ഇത് ഹ്യൂമാനിറ്റി പോലുള്ള സബ്ജക്റ്റുകളിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് APA, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ. ഇത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ചിക്കാഗോ മാനുവൽ സ്റ്റൈൽ. ഇനി ഈ 3 ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുകളിൽ കൂടാതെ ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ഹവാർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ അവരുടെ ഓൺ സ്റ്റൈലാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ 3 സ്റ്റൈലുകളും അവർ ഫോളോ ചെയ്യുന്നില്ല. മൂന്നാമത്തെ റാൻഡ്രസ് ആണ് കേസ് സ്റ്റഡി. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡി ആസ് വെൽ ആസ് ആൻ അപ്രോച്ച് ടു റൈറ്റിംഗ്. ഇതെന്താണ്? ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ്. ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു അപ്രോച്ചിനേക്കാളും ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ്. ഇറ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് സയൻസ് സബ്ജക്റ്റ് ലൈക്ക് മെഡിസിൻ. മെഡിസിൻ പോലുള്ള സബ്ജക്റ്റുകളിലാണ് കേസ് സ്റ്റഡി കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കേസ് സ്റ്റഡി നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മളിൽ 3 സ്കില്ലുകൾ രൂപപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള സ്കില്ല്. സെക്കൻഡ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ്. നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ്. തേർഡ് വൺ റൈറ്റിംഗ്, എഴുതാനുള്ള കഴിവ്. ഇത്രയും സ്കില്ലുകളാണ് കേസ് സ്റ്റഡിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡിസ്ക്രൈബ് സിറ്റുവേഷൻ. സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ ടു ബി സോൾവ്ഡ്. നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. അനലൈസ് ദ കേസ് യൂസിങ് ദ തിയറീസ് ആൻഡ് അപ്രോച്ചസ്. തിയറീസും അപ്രോച്ചസൊക്കെ ഉപയോഗിച്ച് നമ്മളെ പ്രശ്നം അനലൈസ് ചെയ്യുക. ലാസ്റ്റ് വൺ ഗിവിങ് റെക്കമെൻഡേഷൻസ് ആൻഡ് സജഷൻസ് ടു സോൾവ് ദ പ്രോബ്ലം ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. ഏറ്റവും പോസിബിളായിട്ടുള്ള വേയിൽ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള സജഷൻസ് കൊടുക്കുക. ഇത്രയും സ്റ്റെപ്പുകളാണ് കേസ് സ്റ്റഡിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി പറയുന്നത് കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഓർഡർ തെറ്റരുത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി, ബാക്ക്ഗ്രൗണ്ട് ഓർ ഹിസ്റ്ററി, മെത്തഡോളജി, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസൾട്ട്സ്, ഡിസ്കഷൻ, റെക്കമെൻഡേഷൻ ആൻഡ് കൺക്ലൂഷൻ. നാലാമതാണ് ഡെസർട്ടേഷൻ ആൻഡ് തീസിസ്, അതായത് പ്രബന്ധങ്ങൾ. ഇറ്റ് ഈസ് ഇൻ്റർചേഞ്ചബിൾ. ഇറ്റ് ഈസ് ദ ഫൈനൽ പ്രൊജക്റ്റ് ഇൻ സെർട്ടൈൻ അക്കാദമിക് പ്രൊജക്ട്സ്. ചില അക്കാദമിക് പ്രൊജക്റ്റുകളുടെ
ഫൈനൽ പ്രൊജക്റ്റാണ് എന്ത്? ഡെസർട്ടേഷനും തീസിസും. ഇത് ചില സമയങ്ങളിൽ പരസ്പരം മാറാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. US യൂണിവേഴ്സിറ്റിയിൽ തീസിസ് ആസ് ദ ഫൈനൽ പ്രൊജക്റ്റ് ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി. തീസിസിനെ മാസ്റ്റർ ഡിഗ്രിയുടെ ഫൈനൽ പ്രൊജക്റ്റായിട്ടാണ് കണക്കാക്കാറ്. ആൻഡ് ഡെസർട്ടേഷൻ ആസ് എ ഫൈനൽ പ്രൊജക്റ്റ് ഓഫ് ഡോക്ടറൽ ഡിഗ്രി. ഡോക്ടറൽ ഡിഗ്രിയുടെ ഫൈനൽ പ്രൊജക്റ്റായിട്ടാണ് ഡെസർട്ടേഷനെ കണക്കാക്കാറ്. ബട്ട് ഇൻ UK യൂണിവേഴ്സിറ്റീസ് thesis as the final project of doctoral degree and the dissertation as the final project of master's degree. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. The number of pages of doctoral degree is more than the master's degree. Doctoral degree എന്താണ്? മാസ്റ്റർ ഡിഗ്രിയേക്കാളും വലുതായിരിക്കും. Doctoral degree is the longer than master degree. Dissertation and thesis are the reports of research work carried out by scholars. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസർട്ടേഷൻ തീസിസ് എന്താണ്? ഈ സ്കോളേഴ്സ് നടത്തുന്ന റിസർച്ച് പേപ്പറുകളാണ്, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകളാണ്. അടുത്തത്, ഈ ഡെസർട്ടേഷനും തീസിസ് നമ്മൾ ചില വിഷയങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ എഴുതുമ്പോൾ ചില സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഡെസർട്ടേഷൻ തീസിസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ടൈറ്റിൽ പേജ്, എക്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റിസൾട്ട്സ്, ഡിസ്കഷൻ ആൻഡ് റെഫറൻസ്. ഇത്രയുമാണ് സ്ട്രക്ചേഴ്സ് ഓഫ് തീസിസ് ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്. അടുത്തത് സ്ട്രക്ചേഴ്സ് ഓഫ് തീസിസ് ഇൻ ഹ്യൂമാനിറ്റി സബ്ജക്റ്റ്. ഹ്യൂമാനിറ്റിയിൽ നമ്മൾ തീസിസ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഇൻട്രൊഡക്ഷൻ, 3 ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ ആൻഡ് റെഫറൻസ്. അടുത്ത 5ാമത്തെ ടോപ്പിക്കാണ് ലിറ്ററേച്ചർ റിവ്യൂ, അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇറലവൻറ്റ് പ്രീവിയസ് റൈറ്റിംഗ്സ് ഓൺ ദ ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ. ദ മെയിൻ പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ടു ഡിസ്പ്ലേ യുവർ നോളജ് ഓൺ ദ ടോപ്പിക്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് ഡിസ്പ്ലേ ചെയ്യുകയാണ് ലിറ്ററേച്ചർ റിവ്യൂയുടെ പർപ്പസ്. അടുത്തത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലിറ്ററേച്ചർ റിവ്യൂ. ഒരു ലിറ്ററേച്ചർ റിവ്യൂക്ക് ഉണ്ടാവേണ്ട ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് കവർ ദ ബ്രോഡ് ഐഡിയ ഓൺ ദ ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ. ഡിസ്കഷന് കീഴിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഇത് കവർ ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് ടു ബി അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ഡെപ്ത് ആൻഡ് ഡെപ്തും തെറവും ആയിരിക്കണം. അടുത്തത് പ്രൊപ്പോസലാണ്. പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ പ്ലാൻസ്. എ പ്രൊപ്പോസൽ ഈസ് വാട്ട് യു പ്രസൻറ്റ് ടു എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, മെത്തഡോളജി ആൻഡ് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് എ പ്രൊജക്റ്റ് യു ആർ വിഷിംഗ് ടു അണ്ടർടേക്കബിൾ. The main purpose of proposal is to demonstrate your ability to plan for a future action. നമ്മുടെ ഫ്യൂച്ചർ ആക്ഷൻ പ്ലാൻ ചെയ്യുന്നതിന് നമ്മളെ എബിലിറ്റി എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് പ്രൊപ്പോസൽസ്. അടുത്ത എലമെൻറ്റ്സ് ഓഫ് പ്രൊപ്പോസലാണ്. ഫസ്റ്റ് വൺ, കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, availability of resources, details of financial assistance and reference. ഇത്രയുമാണ് എലമെൻറ്റ്സ് ഓഫ് പ്രൊപ്പോസൽസ്. അപ്പോൾ ഇത്രയും റാൻഡേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കാം. ഓക്കെ.